ഷൈൻ ടോം ചാക്കോ ബോൾഗാട്ടിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോകുന്നതായി സംശയിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. വെള്ള നിറത്തിലുള്ള കാറിൽ പുലർച്ചെ 3:12 ഷൈൻ ടോം ചാക്കോ പോയത്. ഷൈൻ ടോം ചാക്കോ പോയത് ഓൺലൈൻ ടാക്സിയിലാണെന്ന് പോലീസ്. ഹോട്ടലിലേക്ക് വാഹനം പോകുന്നതും അധികം വൈകാതെ തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നിന്ന് ലിഷോയി വിൻസിയുടെ വീടിന് സമീപത്ത് നിന്ന് അരുൺ അമൃതനാഥും ഒപ്പം കൊച്ചിയിൽ നിന്ന് രാഗിനും ഒക്കെ നമുക്ക് വിശേഷങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം രാഗിനിലേക്കാണ്. രാഗിൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. എന്താണ് ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അതായത് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ നേരെ കൊച്ചിയിൽ നിന്നൊരു ബൈക്കിൽ ഒരു വാഹനത്തിൽ നേരെ പോകുന്നത് ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ്. അവിടെ മുറിയെടുത്തിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അതിനുശേഷം അവിടെ ഏതാനും സമയം ചെലവഴിച്ചു. തുടർന്ന് 3:12 ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം പോയിട്ടുള്ളത് ഒരു കാറിലാണ്. അത് ഓൺലൈൻ ടാക്സി ആണെന്നാണ് പോലീസ് കരുതുന്നത്. ഇതുമായി കൂട്ടിയോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. അതായത് ഈ ഹോട്ടലിലേക്ക് ഒരു വാഹനം, ഒരു കാറ് വരുന്നു. അതേ സമയത്ത്, അതായത് പോലീസ് കരുതുന്ന അല്ലെങ്കിൽ പോലീസ് വ്യക്തമാക്കുന്ന അതേ സമയത്ത് തന്നെ കാറ് എത്തുന്നുണ്ട്. ആ കാർ എത്തി അധികം വൈകാതെ ആ ഹോട്ടലിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങളുമാണ് ഉള്ളത്. ഷൈൻ അവിടെ നിന്ന് പോയിട്ടുള്ളത് ഒരു വെള്ള കാറിലാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ആ കാറിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. അതായത് പരിശോധനയ്ക്കിടെ അവിടെ നിന്ന് ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ പുറത്ത് ബൈക്ക്, ആരുടെയോ ബൈക്കായിരിക്കാം ഒരുപക്ഷെ, ആ ബൈക്കിൽ കൈ കാണിച്ച് നേരെ എത്തുന്നത് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ബോൾഗാട്ടിയിലെ. അവിടെ നിന്നും ഏതാനും സമയം അവിടെ മുറിയെടുത്ത് ഏതാനും സമയം ചെലവഴിച്ച ശേഷം നേരെ അവിടെ നിന്ന് കാറിൽ കടക്കുന്നു. ഇന്നലെ പുലർച്ചെ തന്നെ ഷൈൻ ടോം ചാക്കോ കൊച്ചി വിട്ടതായി പോലീസ് സംഘം വ്യക്തമാക്കുന്നു. ഷൈൻ സംസ്ഥാനം തന്നെ വിട്ടിരിക്കാം എന്നതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതിനുള്ള കാരണം കൊച്ചിയിലും തൃശ്ശൂരിലും ഷൈൻ ഇല്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. കുറ്റവാളികളെ വരെ മണിക്കൂറിനകം പിടിക്കുന്ന നമ്മുടെ പോലീസിന് ഷൈൻ ടോം ചാക്കോ പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കോ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടത്, ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ താൻ വരുന്നതും പോകുന്നതുമായിട്ടുള്ള വാഹനത്തിന്റെ നമ്പർ പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലേക്ക് എത്തുന്നത് ഒരു ബൈക്കിലാണ്, ഒരു ഇരുചക്ര വാഹനത്തിലാണ്. ആ ഇരുചക്ര വാഹനം ഹോട്ടലിന് പുറത്ത് നിർത്തിയ ശേഷം നടന്നാണ് ഹോട്ടലിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പറയുന്നത് പോലെയുള്ള കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ ടാക്സിയാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. ആ ഓൺലൈൻ ടാക്സി ഹോട്ടലിനകത്തേക്ക് വന്നില്ല, പുറത്താണ് നിർത്തിയത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഈ കാറിന്റെയും മറ്റും അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ CCTVയിൽ പെടാതിരിക്കാൻ വേണ്ടി ഷൈൻ ടോം ചാക്കോ ശ്രദ്ധിച്ചു. ഇനി മോത്തി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രാഥമികമായിട്ട് ആ കൺസേൺഡ് ആയിട്ടുള്ള ആ ഡാൻസ് ഓഫ് യൂണിറ്റിന് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായ രീതിയിൽ കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കുന്നു. അതിന് അന്നേ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഈ പരിശോധന നടക്കുമ്പോൾ ഒരു താരം അവിടെ നിന്ന് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കേരളം കാണുന്നത്. ആരാണ്? കേരളത്തിലെ ഒരു പ്രധാന നടൻ. ആ നടൻ ഒരു ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തുമ്പോൾ ഇറങ്ങിയോടുന്ന ദൃശ്യങ്ങളാണ്. അങ്ങനെ ഇറങ്ങിയോടുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒന്ന്, ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ എന്തിനോടിയെന്ന്. മറ്റൊരു കാര്യം, ഈ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ അവർ പരിശോധനകൾ നടത്തുകയും ആളുകളെ പിടികൂടുകയും ചെയ്യുന്ന ഒരു ഏജൻസി തന്നെയാണ് പോലീസ്. ഒട്ടനവധി കേസുകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെ ചെറുക്കുന്നതിന് ഭാഗമായിട്ട് എടുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു പോലീസ് ഏജൻസി, അത്തരം ഒരു സംവിധാനമാണ് ഇവിടെ ഇത്തരത്തിൽ ഈ താരത്തെ പിടികൂടാൻ കഴിയാതെ പോയിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ ഇറങ്ങി ഓടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പരിശോധനയ്ക്ക് എത്തുമ്പോൾ ആരെങ്കിലും ഇറങ്ങി ഓടുകയൊക്കെ സംഭവിക്കാം. അങ്ങനെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അമാന്തം പാടില്ല. കൂടുതൽ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് എത്രയും വേഗം ആ ആളെ ഇറങ്ങി
ഇറങ്ങി ഓടിയ ആൾ ഒരു പരിശോധന നടക്കുകയാണല്ലോ, പരിശോധനയ്ക്കിടെയാണല്ലോ ഇറങ്ങി ഓടുന്നത്. അങ്ങനെ ഇറങ്ങി ഓടുന്ന ആളെ കണ്ടെത്തി ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഒരു ഫോഴ്സ് മൊബിലൈസേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു കോർഡിനേഷൻ കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും പോലീസ് ഒരു താരവുമായി ബന്ധപ്പെട്ട്